വല്ലാത്തൊരു വൈബാണ് WIC ക്യാമ്പസിന്. വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. WIC വേറൊരു ലോകമാണ്. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി നിക്ഷേപം നടത്തി കബളിപ്പിക്കപ്പെട്ട് നൂറുകണക്കിന് കുടുംബങ്ങൾ. ചോക്കാട് പഞ്ചായത്തിലെ മരുതക്കാട്, കല്ലാമുല, മമ്പാട്ടുമുല തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വ്യാപക തട്ടിപ്പ് നടന്നത്. ജയ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന PACL ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിലാണ് പണം സ്വരൂപിച്ചത്. ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ് പ്ലാൻ എന്ന സ്കീമിൽ പ്രതിമാസം 160 മുതൽ 1000 രൂപ വരെയുള്ള തവണകളാണ് സ്വീകരിച്ചിരുന്നത്. നിശ്ചിത തുക 5 വർഷം കൊണ്ട് അടച്ചു തീരുമ്പോൾ ഇരട്ടി തുക തിരികെ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. 2009 മുതലാണ് ചോക്കാട് കമ്പനിയുടെ പിരിവ് തുടങ്ങിയത്. ഇങ്ങനെ 2014 അടച്ചു തീർത്ത നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇവരുടെ കെണിയിൽപ്പെട്ട് നട്ടം തിരിയുന്നത്. 10,000 മുതൽ 60,000 രൂപ വരെ നിക്ഷേപിച്ചവരും കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ടും അടച്ച തുക പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലാണ് കുടുംബങ്ങൾ. PACL എന്നൊരു കമ്പനി, ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഇങ്ങനെ ഒരു കുറി, ഒരടവ് പോസ്റ്റ്മാൻ വന്ന് പറഞ്ഞു, നമ്മളതിൽ ചേർന്നു. 2009 ജനുവരിയിലാണ് ചേർന്നത്. മാസത്തിൽ 330 രൂപ വെച്ച് 2014 ഡിസംബർ മാസത്തിൽ പൂർത്തിയായി. 72 അടവ് അടച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേരിൽ ചെറിയൊരു സ്ഥലം എവിടെയോ വാങ്ങിയിടും, അത് വിൽക്കും, അതിന് വലിയൊരു ലാഭം കിട്ടുമെന്ന് പറഞ്ഞിട്ടൊരു കച്ചവടം നിലക്കാണ് നമ്മൾ ചേരുന്നത്. പലിശയൊന്നും അല്ല, ഒരു കച്ചവടമാണ് ചേർന്നതാണ്. പക്ഷേ അതിന് ശേഷം പിന്നെ സർക്കാരൊക്കെ മാറി, അപ്പോൾ കമ്പനി പൂട്ടിപ്പോയിട്ടുണ്ട്. ഇനി ഭരണമൊക്കെ മാറുമ്പോൾ ശരിയാവുമെന്ന പ്രതീക്ഷയിൽ ഇത്രയും കാലം എവിടെയും പരാതിപ്പെട്ടിട്ടൊന്നുമില്ല, അങ്ങനെ പോന്നു. പിന്നെ അതിൻ്റെ കുറേ രേഖകളൊക്കെ പലയിടത്തും ഹാജരാക്കാൻ മുന്നൊക്കെ ഹാജരാക്കി കമ്പ്യൂട്ടറിൽ കയറ്റുകയൊക്കെ ചെയ്തു. ഇന്നുവരെ 10 പൈസയും കിട്ടിയിട്ടില്ല. ഈ പൈസ മുഴുവൻ നഷ്ടപ്പെട്ടു. 25,000-ഓളം രൂപ ഇതിലടച്ചിട്ടുണ്ട്. ഒന്നും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. പ്രദേശത്തെ ഒരു പോസ്റ്റുമാനും മറ്റൊരു ബാങ്ക് പിരിവുകാരിയുമാണ് ഇവരെ സ്കീമിൽ ചേർത്തതും പണം പിരിച്ചിരുന്നതും. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, പാവപ്പെട്ട കുടുംബങ്ങൾ തുടങ്ങിയവരാണ് ഇവരുടെ വലയിൽ കുടുങ്ങിയത്. അവരവരുടെ സ്കീമിന്റെ പകുതി തുക അടച്ചു തീരുമ്പോൾ മൊത്തം തുകയ്ക്കുള്ള ഭൂമി വാങ്ങുമെന്നും അത് വിറ്റുകിട്ടുന്ന ലാഭം വിതരണം ചെയ്യുമെന്നായിരുന്നു വാഗ്ദാനം. പോസ്റ്റുമാനും ബാങ്ക് ജീവനക്കാരെയും നേരിട്ട് നടത്തുന്നതായതിനാലാണ് ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകാൻ കാരണം. ഇതില് ഒരു ലൈഫിന്റെ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞാണ് ഞങ്ങളോട്. പോസ്റ്റ്മാനും പറഞ്ഞു, ഇങ്ങനെ മാസം കുറച്ച് പൈസ അടച്ചാൽ 10,000 റുപ്യ 5 കൊല്ലത്തിന് 15,000 റുപ്യ വെച്ച് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളെ പേരിൽ സ്ഥലം എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൂട്ടി. മാസം മൂപ്പര് വന്ന് പൈസ വിരിച്ചുകൊണ്ട് അതിന് റെസിറ്റും തന്നുകൊണ്ട് മൂപ്പര് പോകും, അതവിടെ എത്തിക്കണു പറഞ്ഞുകൊണ്ട്. പിന്നെ ഇത് 2009 തൊട്ട് ഞാൻ ഇത് ചേർന്നത്. 2015 ജനുവരിയാണ് ഇത് അവസാനിച്ചത്. അതുവരെ ഇത് തുടർച്ചയായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഒരു അടുത്ത കൊല്ലം കിട്ടും എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞിട്ട് മൂപ്പരോട് ഇതിന്റെ വർത്താനം, സത്യമായിട്ട് പൈസന്റെ പേരൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അതെ ഇപ്പൊ കേസിൽ ഇപ്പൊ ഭരണം മാറിയതുകൊണ്ട് കേസിൽ കടക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ചേർത്തപ്പോ ഇതൊന്നും അല്ലല്ലോ നിങ്ങൾ പറഞ്ഞിരുന്നത്, കേസും മറ്റതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇനി ഞങ്ങളെ പൈസ നിങ്ങൾ തന്നോണ്ടി, അല്ലാതെ ഓല് തരുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നോണ്ടി എന്ന് പറഞ്ഞു. ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ പറ്റ ഇടങ്ങാറായ സമയത്താണ് ഞാൻ അതിൽ ചേർന്നത്. 1 ഉറുപ്പ്യ കിട്ടാൻ പറ്റില്ലേന്ന് ഞാൻ ഈ ഇറുക്കി പിടിച്ച് 160 ഉറുപ്പ്യാണ് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പണിയെന്ന്. അന്ന് ഞാൻ അതിൽ അങ്ങനെ ചേർന്നു. 5 കൊല്ലം അടച്ചു ചെയ്തു. ഇതുവരെ ഇപ്പോൾ 10 കൊല്ലം ആകാനായി. ഇതുവരെ 10 പൈസ കിട്ടിയിട്ടില്ല. അതിനൊരു വിവരമല്ല. മൂപ്പര് കിട്ടും എന്നിങ്ങനെ പറയും. മൂപ്പര് ഇപ്പോൾ കാണുമ്പോൾ ഉണ്ടും കൂടിയില്ല, അങ്ങോട്ട് തിരിഞ്ഞോക്കാം, അതാണ് പോകും ചെയ്തു. മലപ്പുറം ജില്ലയിൽ മാത്രം വിവിധ ഇടങ്ങളിലായി ആയിരങ്ങൾ തട്ടിപ്പിനിരയായി എന്നാണ് അറിയുന്നത്. അതിനിടെ കമ്പനിയുടെ വിശ്വാസം നേടിയെടുക്കുന്നതിനായി പലർക്കും അടച്ച തുകയുടെ ഇരട്ടി തുക നൽകുകയും ചെയ്തിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞ് 10 വർഷമായിട്ടും പണം തിരികെ കിട്ടാത്തതിനാൽ ആളുകൾ ഏജന്റുമാരെ തടഞ്ഞുവെച്ചിരുന്നു. എന്നാൽ ഉടൻ പണം തിരികെ നൽകുമെന്ന് പറഞ്ഞാണ് ഇപ്പോഴും പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പാവപ്പെട്ടവരിൽ നിന്ന് കമ്പനി പിരിച്ചെടുത്തിട്ടുള്ളത്. കുറച്ചുപേർ മാത്രമാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. എറണാകുളത്തിൽ വന്നുകാണ്ട് പറഞ്ഞു, 5 കൊല്ലങ്ങൾ പൈസ അടച്ചാൽ മതിയായിരുന്നു. 5 കൊല്ലം ഞാൻ പൈസ അടച്ചു. പിന്നെ എത്ര അടക്കേണ്ടത്? 450 450 റുപ്യ അടച്ചാൽ നിങ്ങൾക്ക് ഒരു കൊല്ലത്തിന് 1,00,000 റുപ്യ ഉണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ഞാൻ കൂട്ടിയില്ലേ. പിന്നെ ഓളൊരു വർത്താനം, ഞാൻ പോലോടൊക്കെ ചോദിച്ചുമ്പോൾ ഓല് പറയും, ചെറിയ ആൾക്കാരുടെ സംഖ്യയൊക്കെ വീട്ടിലുണ്ട്, വലിയ ആൾക്കാരുടെ പിന്നെ തരും അങ്ങനെ കൊല്ലങ്ങളിൽ നിങ്ങളെ പൈസ കിട്ടും എന്നറിയാൻ കുറേ ചോദിച്ചുകൊണ്ട് നടന്നു. ചോദിച്ചാലും ഒരേക്കൊന്നും പിന്നെ കിട്ടണില്ല. അതുപോലെ അതന്നെ പറഞ്ഞത്.
ഇപ്പൊ പൈസ തരും അത് സ്ഥലം വിറ്റിട്ട് കുറച്ചാൾക്ക് കൊടുക്കാണ്, മറ്റവർക്ക് കൊടുക്കാണ്, മറിച്ചവർക്ക് തോനെ സംഖ്യയിൽ അവസാനമാണ് തരാറുണ്ട്. പിന്നെ ഒരു പറഞ്ഞു ചുവപ്പ് കല്ലാമൂല അർച്ചായി കൊണ്ടുപോയി കൊടുത്താൽ മതി, അവിടെ കൊണ്ടുപോയി കൊടുത്താൽ തരുന്നതാണ്. എല്ലാ രസീറ്റും എല്ലാ കാർഡും അവിടെ കൊണ്ടുപോയി കണ്ട് അവിടെ കൊണ്ടുപോയി അടച്ചു ഞാൻ. അവിടെ അടച്ചിട്ടും പിന്നെ ഒരു എന്നിട്ട് അവരോട് ചോദിക്കുമ്പോൾ ഒരു പറയാം കിട്ടും എന്നറിയും. പിന്നെ ഒരു വർത്താനം ഓലെടുത്തില്ല. 2014 കമ്പനിക്കെതിരെ പരാതി ഉയരുകയും തുടർന്ന് നടന്ന നടപടിക്രമങ്ങൾക്കൊടുവിൽ കമ്പനി കേന്ദ്ര സർക്കാർ പൂട്ടിയതാണെന്നാണ് ഏജന്റുമാർ പറയുന്നത്. കമ്പനിയുടെ മേലധികാരികളുമായി ബന്ധപ്പെടാനുള്ള രേഖകളൊന്നും ആരുടെ പക്കലുമില്ല. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണൽമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ.